ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നെറ്റ് ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫ്രോക്കിനെ വളരെ കുറഞ്ഞ ചെലവിൽ എത്രമാത്രം അടിപൊളിയാക്കിയെടുക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. ഈ ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്ന് ആദ്യം പറയാം. നെറ്റ് ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അംബർല കട്ടിൽ ലോക്ക് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് ഒട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഷിഫ്റ്റ് നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ക്ലോത്ത് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകൾ പാർട്ടിൽ നെക്കിനൊന്നും ചെയ്തിട്ടില്ല. സ്ലീവ്ലെസ് ആയതുകൊണ്ട് പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ഭാഗത്ത് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതിനെ നമുക്ക് എത്രമാത്രം അടിപൊളിയാക്കിയെടുക്കാൻ പറ്റും എന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 2 തരം പേൾസാണ്. നെക്കിന് വെക്കാനായിട്ട് ചെറിയ പേൾസും ബാക്കി ഭാഗങ്ങളിൽ വെക്കാനായി കുറച്ച് വലിയ പേൾസുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി നെറ്റ് പീസും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേൾസ് ഇല്ലെങ്കിൽ നെറ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിപൊളിയാക്കി എടുക്കാം. വേറൊരു ഫ്രോക്കിന് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്ക് പേൾസ് വെച്ച് തുടങ്ങാം. ഫസ്റ്റ് നെക്കിനാണ് ചെയ്യുന്നത്. ഇതേപോലുള്ള ചെറിയ പേൾസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് ഒരു പേൾ കോർത്തിട്ട് താഴത്തേക്ക് തന്നെ ഇറക്കി കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത പേളും ചെയ്ത് കൊടുക്കുക. പിന്നെ 3ാമത്തെ പേള് അത് 2 എണ്ണം ചെയ്തതിൻ്റെ നടുവിലായിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം 3 പേൾസ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഫിക്സ് ആയി കിട്ടാൻ ഓരോ പേൾസിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുത്ത് അത് താഴത്തേക്ക് ഇറക്കി ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. 3 പേൾസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നെക്കിൻ്റെ അകലെടുത്തിട്ട് ഓരോ ഡിഫറൻസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ നെക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി അടുത്ത 3 പേൾസ് വെച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ഓരോ 3 പേൾസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഡിഫറൻസിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അടുത്ത 3 പേൾസും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതും ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ നെക്ക് ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെയുള്ള പേൾസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് പേൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേൾസ് ഫിക്സ് ചെയ്തെന്ന് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നേരത്തെ ഫിക്സ് ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പേൾസ് വെച്ച് കൊടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. മുകൾ പാർട്ടിൽ എല്ലാ ഫ്ലവേഴ്സിനും പേൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴത്തെ പാർട്ടിൽ ഒരു ഫ്ലവറിന് പേൾ വെച്ച് കൊടുത്തിട്ട് തൊട്ടടുത്ത ഫ്ലവറിന് ചെയ്യാതെ വിട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നുകിൽ വിട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടുപ്പിച്ചിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിനും ചെയ്ത് കൊടുക്കുക. എല്ലാം നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്ത് കൊടുക്കുക. എല്ലാ പേളും ഒരേ മെത്തേഡ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിതൊന്ന് ഫുള്ളാക്കിയിട്ട് വരാം. ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല, അപ്പം ലെങ്തി ആയിപ്പോകും വീഡിയോ. ഇപ്പോൾ ഫ്രോക്കിൽ കംപ്ലീറ്റായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ഫ്രോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഇത് എത്ര മനോഹരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പ്ലെയിൻ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിനെ അടിപൊളിയാക്കിയെടുക്കാം. ഇനി ഈ ഫ്രോക്കിലേക്ക് ഒരു ഫ്ലവർ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി നെറ്റ് പീസും അതുപോലെ ഇതേ കളറിലുള്ള പ്ലെയിൻ നെറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പ്ലെയിൻ നെറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള നെറ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര പീസാണ് ബാക്കി ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിലൊരു സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം ആ പീസിനെ നിവർത്തി വെച്ചിട്ട് അതിനെ മടക്കി കൊടുത്തിട്ടാണ് സർക്കിൾ കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മൂടി വെച്ചിട്ടാണ് സർക്കിൾ കട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് എത്ര സർക്കിൾ കിട്ടുന്നുണ്ടോ അത്രയും എടുക്കാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ആ നെറ്റ് പീസിൽ നിന്ന് ഇത്രയും പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടി വലിയ സർക്കിളാക്കിയിട്ട് മറ്റേ നെറ്റ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ക്ലോത്ത് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സർക്കിൾ വെച്ചിട്ട് അതിനേക്കാളും കുറച്ച് വലിയ സർക്കിൾ വരച്ചു കൊടുക്കുക. ഇനി വരച്ചതിൽ കൂടി അത് കട്ട് ചെയ്തെടുക്കുക. എത്ര പീസ് കിട്ടുന്നോ അത്രയും പീസ് ഇതിൽ നിന്നും എടുക്കാം. ഇനി ഈ പീസുകൾ അട്ടിയായി വെച്ച് കൊടുക്കുക. അതിനുശേഷം നടുമടക്കി കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് നിന്ന് ചെറുതായി ഒന്ന് വെട്ടിക്കൊടുക്കുക. എല്ലാ ഭാഗത്തു നിന്ന് വെട്ടിക്കൊടുക്കണം.
ഒന്ന് വെട്ടിയതിന് ശേഷം കുറച്ചൊന്ന് വിട്ടിട്ടാണ് അടുത്തത് വെട്ടി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഫുള്ളായിട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം നീഡിൽ വെച്ചിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. നടു മടക്കിയിട്ട് വെട്ടിട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ, നിവർത്തി വെച്ചിട്ടും വെട്ടിട്ട് കൊടുക്കുക. ഇനി അടുത്തതും ഇതേപോലെ തന്നെ വെട്ടിട്ട് കൊടുക്കുകയാണേ, അത് ഞാൻ നിവർത്തി വെച്ചിട്ട് കാണിക്കാം. മറ്റേത് ചെയ്തതുപോലെ തന്നെ ഫുള്ളായിട്ട് വെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒറ്റൊന്നാക്കി മാറ്റണം. ഇനി ഒറ്റൊന്നാക്കി രണ്ടിനെയും കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഒരു പേൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പേൾ വെച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ, പേൾ വെച്ചിട്ടില്ലെങ്കിൽ രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി പേൾ വെച്ച് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കതൊരു ഫ്ലവറായി മാറും. ഇപ്പോൾ കണ്ടില്ലേ, ഒരു അടിപൊളി ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഫ്രോക്കിൽ വെച്ച് കൊടുക്കാം. ഈ ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. സിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഫ്രോക്കിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഫിക്സ് ആയി നിന്നോളും. ഇപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ, ഫ്രോക്കിൻ്റെ ബാക്ക് വശവും നല്ല അടിപൊളിയായിട്ടില്ലേ? കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നെറ്റ് പീസ് കൊണ്ട് ഫ്ലവർ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള 2 ഫ്രോക്കുകളുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ക്രേപ്പ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ്. ഈ ഫ്രോക്കിൻ്റെ നെക്കിന് ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു കുറച്ച് വലിയ ഫ്ലവറായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് നെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ മെത്തേഡ് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് പേൾസ് വെക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ യോക്കിന് തൊട്ട് മുകളിൽ ഒരു 5 ഫ്ലവേഴ്സ് ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മിഡിലിൽ പേൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഞാൻ ഒരു നെറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.